ഹലോ ഗൈസ്, അപ്പം മലയാളികൾക്ക് അധികം താല്പര്യമില്ലാത്ത പനീർ വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. കുറേ പേർക്ക് പനീർ ഇഷ്ടമാണ്, കുറേ പേർക്ക് ഇഷ്ടമല്ല, കുറേ പേര് കഴിക്കാത്തതുണ്ട്. സോ എല്ലാം മിക്സ്ഡ് ഒപ്പീനിയനാണ് പനീറിനെ പറ്റി കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഗ്രൗണ്ട് നട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. ഓഫ് കോഴ്സ് നമ്മൾ എന്ത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ജീരകം ഒരു മസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് സവാള, ക്യാപ്സിക്കം, പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ. ആ ടൈമിൽ നമുക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഒരു നുള്ളു മതി. അത് അധികം മുന്നോട്ട് വേണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ ഇവിടെ നമ്മൾ പനീർ കട്ട് ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു വലിപ്പം വേണ്ട, ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താലും മതി. ആക്ച്വലി ഇതൊരു ബുർജി ടൈപ്പാണ്. സോ അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഞാൻ പിന്നെ കുറച്ച് സെമി ഗ്രേവി ഇട്ട് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഈ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ അധികം ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് തന്നെ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് ഈസി റെസിപ്പിയാണ്. നമുക്ക് ബാക്കി കറിയൊന്നും ഉണ്ടാക്കാൻ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്ത 2 ഇൻഗ്രീഡിയൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മേത്തി ലീവ്സ്, 2 ബട്ടർ. ഇത് രണ്ടുമാണ് ആ കറിക്ക് ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും മിസ് ചെയ്യല്. അത് രണ്ടിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷ് താല്പര്യമുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കേട്ടോ. എൻ്റെ പഞ്ചാബി ഭർത്താവ് വരെ പറഞ്ഞു അടിപൊളിയായിരുന്നെന്ന്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയിൽ ഒരു ഇച്ചിരി ബട്ടർ തേച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും.